നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പുതിയ ചിത്രമായ ഫുക്രിയിലെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. ചിത്രത്തിൻ്റെ സംവിധായകനായ പ്രശസ്ത സംവിധായകൻ സിദ്ദീഖാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുവാൻ സിദ്ദീഖ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഫുക്രി എന്ന പുതിയ ചിത്രവുമായി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ ചിരിപ്പിക്കുവാൻ വീണ്ടും. എന്ന് വെച്ചാൽ ഒരു അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സിദ്ദീഖ് സാറിൻ്റെ കയ്യൊപ്പുള്ള ഏതൊരു ചിത്രവും ഹിറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞ് ആ മാനസികങ്ങൾ അറിഞ്ഞ് സിനിമ ചെയ്യുവാൻ ഹെൽപ്പുള്ള സംവിധായകൻ ഫുക്രിയിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് ഒരു ഹിറ്റ് നൽകിക്കൊണ്ടെത്തിയിരിക്കുകയാണ്. ഈ ഫുക്രി എന്ന പദം തന്നെ എനിക്കൊന്നൊരു മതപണ്ഡിതൻ അങ്ങനെ ഒരു പേരാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഫുക്രിക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ഉറുദുവിൽ അർത്ഥമുണ്ട്. ഉറുദുവിൽ ഒരു ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന അങ്ങനെയുള്ള ആളാണ്, ഈ ദേശാടനത്തിനൊക്കെ നടക്കുന്ന ആൾ എന്നുള്ള അർത്ഥമാണ് ഫുക്രിയിൽ വരുന്നത്, ഉറുദുവിൽ വരുന്നത്. പഞ്ചാബിലും ഫുക്രി ഉണ്ട്, പണ്ഡിതൻ എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഇതൊന്നും അല്ല എടുത്തത്. നമ്മളൊരു ഫുക്രി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം കുടുംബത്തിൻ്റെ ഒരു കുടുംബനാഥൻ്റെ ഒരു സർനെയിമാണ് ഫുക്രി. എന്താണ് അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരു കുടുംബ ബന്ധങ്ങളുടെ കഥയാണ്. ഇപ്പോൾ സിനിമ കണ്ട പ്രേക്ഷകനും ഒക്കെ പറയുന്നതാണ് ഇത്തരം കുടുംബ ബന്ധങ്ങൾ. ഇത് വലിയ ഇമോഷണൽ ഡ്രാമാസ് ഒന്നുമില്ല, പക്ഷെ കൊച്ചു പിണക്കങ്ങളും വഴക്കുകളും മനുഷ്യ ജീവിതത്തിലുണ്ടാക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളിലേക്കാണ് ഈ കഥ. അതായത് കണ്ടാൽ മിണ്ടാത്ത ശത്രുക്കളായി മാറുകയാണ് രക്തബന്ധമുള്ളവർ പോലും. അപ്പോൾ അതൊക്കെ ഈഗോയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ഒരു നോട്ടാണ് ഈ സിനിമയിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന രീതി ഹ്യൂമറാണ്. തിയേറ്ററിൽ വീണ് കിടന്ന ആളുകൾ ചിരിക്കുകയാണ്. ചിരിക്കുന്ന ഈ ചിരിക്കിടയിലാണ് ഈ ഒരു ഇമോഷണൽ പാർട്ട് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തു പോകുന്നത്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ പഴയകാല ഗോഡ് ഫാദറിൻ്റെ കാലഘട്ടത്തിലേക്ക് എൻ്റെ സിനിമ തിരിച്ചു വന്നിരിക്കുന്നു. അത്തരം സിനിമയാണ് ഈ സിനിമ. ഒരു ഗോഡ് ഫാദർ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക്, ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വീണ് കിടന്ന് ചിരിക്കുന്ന ഒരു സിനിമ വീണ്ടും സിദ്ദീഖ് സാറിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായി. അതിൽ ഒരുപാട് സന്തോഷം എന്നാണ് പ്രേക്ഷകർ എന്നെ ഇങ്ങനെ വിളിച്ച്. ഇപ്പോഴും ഫോൺ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിട്ട് ഓരോരുത്തരോട്. ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും പ്രതികരണങ്ങൾ അവരെല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമയിൽ എപ്പോഴും എന്തെങ്കിലും നെഗറ്റീവ് ഒപ്പീനിയനൊക്കെ എപ്പോഴും ആദ്യ ദിവസങ്ങളിൽ വരും പ്രേക്ഷകർ. പക്ഷേ ഇതിന് അതും വന്നിട്ടില്ല എന്നുള്ളതാണ്. പ്രേക്ഷകൻ ഒന്നടങ്കം ഇതിനെ വരവേറ്റിരിക്കുകയാണ്. അതാണ് ചിത്രത്തിൽ ഇത്രയും പെട്ടെന്ന് വലിയ പ്രതികരണം ഉണ്ടാകാൻ കാരണം. സിദ്ദീഖ് എന്ന സംവിധായകൻ്റെ മിക്ക ചിത്രങ്ങളും രചനയും താങ്കൾ തന്നെയാണ് നിർവഹിക്കുന്നത്. അപ്പോഴീ ബോഡി ഗാർഡ് ആവട്ടെ, അതുപോലെ തന്നെ ഭാസ്കർ ദലാസ്കർ, പിന്നെ ഇരട്ട സംവിധാനമായിട്ട് ചെയ്ത കാബൂളിവാല, ഇതിലൊക്കെ ഒരു സീരിയസ് ആയ പ്രമേയം, ശരിക്കും ഗൗരവമേറിയ ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഹാസ്യത്തിന് ഓരോരോ പ്രാധാന്യം ഓരോ സീക്വൻസിലും കൊടുത്താണ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഒട്ടും സീരിയസ് പ്രമേയം മാറുന്നുമില്ല. സീരിയസ് ആയ ആ പാറ്റേണിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. ആ ഒരു പാറ്റേൺ ഇന്നും ഫുക്രിയിലൂടെ അത് എത്തിച്ചിരിക്കുകയാണ്. ആ ഒരു രചനാവേളയെ കുറിച്ച് കൂടുതൽ പറയാം. ഇത് നമ്മൾ എൻ്റെതായ ഒരു കയ്യൊപ്പ് ഉണ്ടാവണമല്ലോ. എൻ്റെ സിനിമ എന്ന് പറഞ്ഞു വരുന്ന പ്രേക്ഷകന് ചിരിക്കാനുണ്ടാവണം, ഒപ്പം അഭിനയ മുഹൂർത്തങ്ങളും ഉണ്ടാവണം. എല്ലാ നടന്മാരുടെയും നല്ല പെർഫോമൻസ് കാണാനാണ് ഇവർ വരിക. ഈ സിനിമയിൽ എൻ്റെ എല്ലാ മുൻകാല സിനിമകളിലും നല്ല പെർഫോമൻസ് എല്ലാ നടന്മാരിലും ഉണ്ടാവും. അത് മമ്മൂക്കയാണെങ്കിലും, ലാലാണെങ്കിലും, ദിലീപാണെങ്കിലും, മുകേഷാണെങ്കിലും, എൻ്റെ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാവരും, വിജയ് ആണെങ്കിലും, സൽമാൻ ഖാൻ വരെയുള്ള എല്ലാ നടന്മാരും എടുത്തു നോക്കിയാലും അവരുടെയൊക്കെ കരിയറിലെ ദ ബെസ്റ്റ് പെർഫോമൻസ് കൂടിയുള്ള സിനിമയാണ്, ഇൻക്ലൂഡിങ് ജയറാം. അപ്പോൾ ആ ഒരു പെർഫോമൻസ് ആളുകൾ ആഗ്രഹിക്കും, നല്ല സോങ്സ് ആളുകൾ ആഗ്രഹിക്കും, കളർഫുൾ സിനിമ, വിഷ്വൽസ് അതാഗ്രഹിക്കും, എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുക. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 3 എന്ന് പറയുന്ന ഇന്നലെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഈ ഉണ്ടാക്കുന്നത് എല്ലാം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പോലും ഈ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകനെ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. എങ്കിലേ നമുക്ക് ഈ അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ സിനിമ, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. അത് ഹൈ തലത്തിലുള്ള ഓഡിയൻസും അല്ല, വളരെ താഴെയുള്ള ഓഡിയൻസും, എല്ലാവർക്കും ഒരേപോലെ രസിക്കാൻ സാധിക്കണം. ഈ സിനിമയിൽ ഇപ്പോൾ സിനിമ എഴുതി കഴിഞ്ഞു, റിലീസായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹ്യൂമറിനെ കുറിച്ച് പറയുന്ന കമൻസ് എനിക്ക് വളരെ സന്തോഷം തരുന്ന, വളരെ സഭ്യമായ ക്ലാസ് കോമഡി ആണെന്നാണ് പറയുന്നത്. അത് അപ്പോൾ അവർ പറയുന്നത് സിദ്ദീഖ് സിനിമകളിൽ മാത്രം കാണുന്ന പ്രത്യേകത സഭ്യമായ കോമഡികളുണ്ടാവും. അത് ഈ സിനിമയിലും ഉണ്ട്. അത് ആളുകൾ തിയേറ്ററിൽ വീണ് കിടന്ന് ചിരിക്കുകയാണ്. അത് കുട്ടികൾ ചിരിക്കുന്നു, ചെറുപ്പക്കാർ ചിരിക്കുന്നു, മുതിർന്നവർ ചിരിക്കുന്നു, പിന്നെ കുടുംബം മൊത്തം ചിരിക്കുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ ആ സ്ക്രിപ്റ്റ് രചനാവേളയിൽ എടുക്കുന്ന പെയിനാണ്, ആ ശ്രദ്ധയാണ് ഈ സ്ഥലത്ത് നമുക്ക് ഈ റിസൾട്ട് തരുന്നത്.
ഈ ഫുക്രിയിലെ നായകൻ ജയസൂര്യയാണ്. ജയസൂര്യ അപ്പോത്തിക്കരി, സുധി വാൽമീകം, ഏതൊരു ചിത്രമാണ് യോബിൻ്റെ പുസ്തകം, ഇതിലൊക്കെ തൻ്റേതായ ഒരു പാറ്റേൺ, ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന നടനാണ്. കഥാപാത്രത്തിന് വേണ്ടി ശരീരം മാറ്റാനും അതുപോലെ തന്നെ അതിൻ്റെ മാനസികങ്ങൾക്കനുസരിച്ച് വിധം മാറ്റപ്പെടുത്താൻ തയ്യാറുള്ളൊരു നടനാണ്. ഈ നടനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗൗരവവും കോമഡിയും കലർന്നൊരു കഥ പറഞ്ഞിരിക്കുന്നത്. ആ ജയസൂര്യയിലേക്ക് എത്താൻ എങ്ങനെയായിരുന്നു ജയസൂര്യ? അത് നമ്മളൊരു കഥ ഉണ്ടാക്കി ഒരു പ്ലോട്ട് ഉണ്ടാകുമ്പോൾ തന്നെ, ഒരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ ഹീറോ ആരാണെന്ന് നമ്മൾ മനസ്സിൽ ഡിസൈഡ് ചെയ്യും. എന്നിട്ടാണ് ഈ ഹീറോയെ നമ്മൾ സമീപിക്കുക. അപ്പോൾ ഈ കഥയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആരാണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുക. അങ്ങനെയാണ് ജയസൂര്യയെ നമ്മൾ ഈ കഥയുടെ ഒരു ആരംഭഘട്ടത്തിൽ, ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഘട്ടത്തിൽ ഇങ്ങനൊരു ക്യാരക്ടറാണ്, ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ അവസാനിക്കും, അതൊന്നും കഥയൊന്നുമില്ല. ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവൽ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിൻ്റെ എൻഡ് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ജയസൂര്യ പറഞ്ഞു, ഇത് ബെസ്റ്റായിരിക്കും, ഇത് എൻ്റെ സിനിമയാണ്, ഇത് ഞാൻ ചെയ്താൽ ഇത് ഗംഭീരമായിരിക്കും എന്ന് ജയസൂര്യ പറയുന്നിടത്തുനിന്നാണ് പിന്നെ രണ്ടാമത് നമ്മളിത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഉണ്ടാകുക. അപ്പോൾ ജയസൂര്യയുടെ പെർഫോമൻസ്, ജയസൂര്യ ആളുകൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, ജയസൂര്യയുടെ ഹ്യൂമർ എങ്ങനെയായിരിക്കണം, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അവർക്കല്ലാതെ വേറൊരാൾ ചെയ്താൽ ഇത്രയും നന്നാവില്ല എന്നൊരു തോന്നൽ പ്രേക്ഷകൻ പറയുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയവരെല്ലാവരും പറഞ്ഞു ജയസൂര്യയുടെ ഗംഭീര പെർഫോമൻസാണ്, ജയസൂര്യ കുറേ കാലമായിട്ട് നല്ല പെർഫോമൻസാണ് എല്ലാ സിനിമകളിലും, ഇതിൽ ഒരു വേറിട്ട പ്രകടനം തന്നെയാണ്, ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ജയസൂര്യ പതുക്കെ മാറുകയാണ്, ഒരു ഫുൾ കംപ്ലീറ്റഡ് ആക്ടറാവുകയാണ്, ഒരു നല്ല ആക്ടർ എന്നുള്ളതിന് മറികടന്ന് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ജയസൂര്യ നടന്ന് കയറുകയാണ് ഈ സിനിമയിലൂടെ എന്നാണ് പ്രേക്ഷകരിപ്പോൾ പറയുന്നത്. താങ്കൾ തന്നെ തോൽവി ചലിപ്പിച്ചപ്പോൾ എഴുതി വെച്ചതിന് വ്യത്യസ്തമായി സ്ക്രീനിലത് ഫുൾ വർക്ക് കഴിഞ്ഞ് കാണുമ്പോൾ ജയസൂര്യ എന്ന നടനിൽ നിന്നും പ്രതീക്ഷിച്ചത് മാക്സിമം കിട്ടി, അവൻ്റെ ഔട്ട്പുട്ട്, ആ ഒരു സന്തോഷം എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് തന്നെ നമുക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ജയസൂര്യ എടുക്കുന്ന പെയിൻ, സ്ട്രെയിൻ, ശ്രദ്ധ, ഓരോ ടേക്കും നന്നാക്കാൻ വേണ്ടിയിട്ട്, ചില ടേക്കുകൾ നന്നായിട്ടില്ലെങ്കിൽ അതൊന്നുകൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഒരു ഹാർഡ് വർക്ക്, ഇതൊക്കെ ഞാൻ അന്നേ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റിസൾട്ട് ഇപ്പോൾ കിട്ടുമ്പോൾ എനിക്ക് അത്ഭുതമില്ല, കാരണം അത്രയും സ്ട്രെയിൻ ചെയ്യാൻ ജയസൂര്യ തയ്യാറാണ്. ഈ സിനിമയിൽ മാത്രമല്ല, ജയസൂര്യ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ തന്നെ ആവണം. അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യയുടെ ഈ കഴിഞ്ഞ പ്രേതം മുതൽ അങ്ങോട്ട് പുറകോട്ടുള്ള സിനിമകളെല്ലാം നോക്കിയാൽ കാണാം ഗംഭീര പെർഫോമൻസാണ് ജയസൂര്യയുടെ സിനിമ. അപ്പോൾ എല്ലാ ജയസൂര്യ ചിത്രങ്ങളുടെയും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജയസൂര്യയുടെ പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ എല്ലാ സിനിമകളും എടുത്തു നോക്കിയാലും ആ സിനിമ ഓടിയതിൻ്റെയൊക്കെ പ്രധാന കാരണങ്ങളിലൊന്ന് ജയസൂര്യയുടെ പ്രകടനം തന്നെയാണ്. ഈ സിനിമയിലും ജയസൂര്യയുടെ പ്രകടനം ഹൈലൈറ്റ് തന്നെയാണ്. അതുപോലെ ലാൽ എന്ന സംവിധായകൻ, നടൻ, നിങ്ങൾ ഇരട്ട സംവിധായകരായിരുന്നു, റാംജി റാവ് ഏവർക്കും അറിയാം, ഹിറ്റ് ചിത്രം ഇനി ഹരിഹർ നഗർ, അങ്ങനെ ഒട്ടനവധി വിയറ്റ്നാം കോളനി ചെയ്തിരുന്നു ഒരുമിച്ച്. ഈ ഒരു ചിത്രത്തിലും ഒരു എന്താ പറയുക വ്യത്യസ്തമായ ഒരു ത്രൂ ഔട്ട് കഥാപാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അവർ നിങ്ങളുടെ ആ സിംഗിനെ കുറിച്ച് കൊടുത്ത് പറയാം. ലാൽ എൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ്, മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. തമിഴിൽ എങ്കലെണ്ണയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ ലാലു അലക്സ് ചെയ്ത വേഷം തമിഴിൽ ലാലാണ് ചെയ്തത്. ലാലിൻ്റെ ആദ്യ തമിഴ് സിനിമയും അതായിരുന്നു, പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ലാലിനെ നിങ്ങൾ സിനിമയിൽ അഭിനയിപ്പിക്കാത്തത് എന്ന്. അപ്പോൾ ലാലിനെ പറ്റിയൊരു കഥാപാത്രം എൻ്റെ സിനിമയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അഭിനയിപ്പിക്കാത്തത് എന്ന് ഞാനെന്നും പറയുമായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ഈ അലി ഫുക്രി എന്ന കഥാപാത്രം ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ ലാലാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ലാലിനെ ചെന്ന് കഥ പറയുന്നത്. ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, താൻ ചെയ്താൽ ഇത് നന്നായിരിക്കും എന്ന് ലാലിനോട് കഥ പറഞ്ഞപ്പോൾ തന്നെ ലാൽ പറഞ്ഞത് അസലായിരിക്കും, ഞാൻ ചെയ്യാം എന്ന് പറയുക. അങ്ങനെയാണ് ഇതിനകത്ത് ഹ്യൂമറുള്ള ക്യാരക്ടറല്ല, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലാലിൻ്റെ അലി ഫുക്രി. ലാലും ഈ സിനിമയുടെ നെടുന്തൂണുകളിൽ ഒന്നാണ് ജയസൂര്യയോടൊപ്പം തന്നെ. ലഭിച്ച കഥാപാത്രങ്ങൾ തന്നെ സിദ്ധിക്കുന്ന നടൻ, തനിക്ക് ലഭിക്കുന്ന കഥാപാത്രമെല്ലാം തന്നെ ഒരു തീക്ഷ്ണമായ ഭാവങ്ങൾ നൽകിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു നടൻ കൂടിയാണ്. ആ ഒരു ഇതിലും അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. അതെ, സിദ്ദിഖിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത്രയധികം വേഷപ്പകർച്ചകൾ, ഒരുപാട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. ഹരിഹർ നഗർ കാലഘട്ടത്തിലെ സിദ്ദിഖല്ല ഇന്ന് വളരെ മെച്ചുവേർഡായിട്ടുള്ളൊരു ആക്ടറായിരിക്കുന്നു. മമ്മൂക്കയുടെയും ലാലിൻ്റെയും ഒപ്പം നിൽക്കുന്ന പ്രതിനായകൻ അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത അവരോളം കയ്യടി നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ശക്തനായ നടനാണ് സിദ്ദിഖിൻ്റെ വളർച്ച ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് സിദ്ദിഖിനൊരു ക്യാരക്ടറെ ഏൽപ്പിക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അതിൻ്റെ 100% ഔട്ട്പുട്ട് തരാൻ സിദ്ദിഖിന് സാധിക്കും. സിദ്ദിഖ് ഹാർഡ് വർക്ക് ചെയ്ത് ആ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഫുക്രിയിലെ
അലി ഫുക്രിയുടെ പിതാവായ സുലൈമാൻ ഫുക്രി എന്ന കഥാപാത്രം ലാലിൻ്റെ പിതാവായിട്ടാണ് അഭിനയിക്കുന്നത്. അതിനകത്ത് 85 വയസ്സുള്ള ഒരു കാരണവരാണ്. ഇയാളുടെ ബോഡി ലാംഗ്വേജ്, വോയിസിൻ്റെ ഒരു പതർച്ച, ശബ്ദം, ഇതിനകത്ത് ഒന്നിനകത്ത് നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു ആക്ടറല്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരാളെ അല്ല നമുക്ക് കാണാം, ഒരു ക്യാരക്ടറെ നമുക്ക് കാണാം. ശബ്ദത്തിൽ പോലും സിദ്ദിഖിൻ്റെ എല്ലാ മാനറിസങ്ങളും കളഞ്ഞിട്ടാണ് സിദ്ദിഖ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഒരു വയോധികൻ, ഒരു 85 വയസ്സുകാരനായ വയോധികൻ, ശാരീരികമായി വളരെ വീക്ക്നെസ്സുള്ള, എന്നാൽ കണ്ടാൽ ഭയങ്കര ശക്തനാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ സിദ്ദിഖ് അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സിദ്ദിഖിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. ഇനിയും സിദ്ദിഖിന് ഒരുപാട് വേഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ഇതല്ല ഏറ്റവും അവസാനം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇത് ഓവർ ഡൂയും അല്ല, വളരെ സട്ടിലായിട്ടും വളരെ മനോഹരമായിട്ടും ഒതുക്കിയുമാണ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖിൻ്റെ ഈ സിനിമ കണ്ടിറങ്ങിയവരുടെ എല്ലാവരുടെയും മനസ്സിൽ നിന്നും ഒരിക്കലും സിദ്ദിഖിൻ്റെ ഈ സുലൈമാൻ ഫുക്രി എന്ന കഥാപാത്രം മാഞ്ഞു പോവില്ല. അത്രയും പവർഫുള്ളായിട്ടാണ് സിദ്ദിഖും ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഈ ഫുക്രിയുടെ സവിശേഷത ഈ അഭിനയം മാറ്റുരക്കൽ നടന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ലാൽ സാർ, അതുപോലെ സിദ്ദീഖ്, മറുവശത്ത് നിൽക്കുന്ന ജയസൂര്യ. അതുകൂടാതെ ഇതിനകത്ത് ഇവരുടെ വേഷപ്പോസ്റ്റ്, ഭാവപ്പോസ്റ്റ് കൂടാതെ നായികമാരായി വരുന്ന പ്രയാഗ മാർട്ടിനും അനുസിത്താരയുമൊക്കെയാണ്. അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇപ്പോൾ അനുസിത്താരയും നമ്മുടെ പ്രയാഗ മാർട്ടിനുമാണ് 2 നായികമാർ. ഇവർ ഓടൊപ്പം തന്നെ ശാലിനി ഒരു കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. പിന്നെ തെസ്നി ഖാനുണ്ട്. പിന്നെ നമ്മുടെ പഴയ ലളിത ചേച്ചിയുണ്ട്, ശ്രീലത ചേച്ചിയുണ്ട്, റീനയുണ്ട്. അങ്ങനെ ഒരുപിടി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതുപോലെ ജനാർദ്ദനൻ ചേട്ടൻ്റെ കുറേ കാലത്തിന് ശേഷമാണ് ജനാർദ്ദൻ ചേട്ടൻ. കുറേ ഗ്യാപ്പുണ്ട്. കാരണം പ്രായമായ കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ നിന്നും ഇല്ലാതായിരിക്കും, അന്യം നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ അവരുണ്ട്. അവർ ലളിത ചേച്ചിയോടൊപ്പം ജനാർദ്ദൻ ചേട്ടനുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു യുവനിരയുണ്ട്, ഭഗത് മാനുവൽ തുടങ്ങിയിട്ടുള്ളൊരു യുവനിര. അവരാണ് ഈ സിനിമയുടെ ഹ്യൂമർ പാർട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അവർ അതിഗംഭീരമായ പെർഫോമൻസാണ്. ഈ പറയുന്ന ഈ നിയാസ് ബക്കർ, പിന്നെ ഈ ഭഗത് മാനുവൽ, നിയാസ് ബക്കർ, പിന്നെ നമ്മുടെ നിർമ്മൽ പാലാഴി, പിന്നെ ഈ ഒരു പുതിയ ഹ്യൂമർ താരം ഇതിനകത്ത് വന്നിട്ടുണ്ട്, ജോജോ മാളയുണ്ട്. പിന്നെ ഒരു പുതിയ ഹ്യൂമർ താരം വന്നിട്ടുണ്ട്, ജോജോ മാളയുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് മാമുവായിട്ട് വരുന്ന ഒരു ശിവദാസ് മട്ടന്നൂർ. ആ കലാകാരൻ, മിമിക്രി കലാകാരനും, അയാൾക്കും നല്ല പേരാണ്. ഇതിനകത്ത് നിയാസിനും ഭഗത്തിനും നമ്മുടെ നിർമ്മലിനും അതിഗംഭീരമായ പേരാണ്. നിർമ്മലിനെ ഇപ്പോഴാണ് ആളുകൾ തിരിച്ചറിയുന്നത്. ഇതാരാണത്? നിർമ്മലിൻ്റെ ഫോട്ടോ ഇന്നലത്തെ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് ഇയാൾ ആരാണെന്ന് അറിഞ്ഞുകൂടാ, ഇയാൾ ഗംഭീരമായിരിക്കുന്നു സിനിമയിൽ നിന്നാണ്. അപ്പോൾ ആളുകൾക്ക് അയാളുടെ പേരറിഞ്ഞുകൂടാ, പക്ഷേ ഇയാൾ ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഗംഭീരമായ വേഷമാണ്. മലയാള സിനിമയിൽ ഒരു കരുത്തനായ ഒരു കോമഡി ആക്ടറെ കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ നിർമ്മൽ പാലാഴി എന്ന് പറയുന്നത്. അതും കോമഡി ഈ ആക്ടറാണ്, ഈ മിമിക്രി കലാകാരനാണ്. അതോടൊപ്പം തന്നെ പിന്നെ നസീർ സംക്രാന്തി, പിന്നെ സാജൻ പള്ളുരുത്തി, പിന്നെ ജോഷി, പിന്നെ രാജേഷ് പാണാവള്ളി, സുധീർ പറവൂർ, രാജേഷ് പറവൂർ, അങ്ങനെ ഒരു പിടി കലാകാരന്മാർ, ഈ മിമിക്രി കലാകാരൻ, അവരുമൊക്കെ തിയേറ്ററിൽ ഓളങ്ങളാണ്, ചിരിയുടെ നിലയ്ക്കാത്ത ഒരു ഓളമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ ഫ്രഷ്നെസ് ആയിട്ട് ആളുകൾ പറയുന്നത്. പുതിയ ഒരു കോമഡി ടീം, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ ഒരു ടീം, അവർ ചിരിപ്പിച്ചാണ് പോകുന്നത്. ഒപ്പം വളരെ പരിചയസമ്പന്നരായ ഈ നടന്മാരോടൊപ്പം ജയസൂര്യ എന്ന ഈ ന്യൂ ജനറേഷൻ ആക്ടറും കൂടി വരുമ്പോൾ ഇതൊരു പഴയ താരങ്ങളുടെയും പുതിയ തലമുറയുടെയും കൂടിയുള്ള ഒരു ഫ്രിക്ഷനാണ്, അല്ലെങ്കിൽ ഒരു മാറ്റുരയ്ക്കലാണ്. എല്ലാവരും ഗംഭീരമായ പെർഫോമൻസാണ് ഈ സിനിമയിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഈ സിനിമ, എനിക്ക് തോന്നുന്നത് ഇന്നലെ ഫാമിലി, ഇന്നലെ മുതൽ തന്നെ, ആദ്യ ദിവസങ്ങളിലൊന്നും ഫാമിലി വരില്ല ശരിക്കും, പക്ഷേ ഇന്നലത്തെ ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 60% ഫാമിലി സിനിമയ്ക്ക് വന്നു. അത് നമ്മുടെ ഈ പരസ്യങ്ങളും എല്ലാം കണ്ടിട്ടാണ്. ഇതൊരു കുടുംബ സിനിമയാണ്. പിന്നെ എൻ്റെ സിനിമകളെ അറിയാം, ഇതൊരു കുടുംബ സഭ്യമായ സിനിമയാണ്, ഒരു കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്, കാണാൻ പറ്റുന്ന സിനിമയാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഒരു കുട്ടികളെയും കൂട്ടി വരികയാണ്, എൻജോയ് ചെയ്തിട്ടാണ് ഈ സിനിമ. എൻ്റെ എല്ലാ മുൻകാല സിനിമകളെ പോലെ തന്നെ ചിരിച്ചു മറിഞ്ഞിട്ടാണ് അവർ തിയേറ്ററിൽ വിട്ട് പോകുന്നത്. അതൊരു വലിയ സന്തോഷം തരുന്ന കാര്യമാണ്.
സാധാരണ സിദ്ദീഖ് ചിത്രങ്ങളിൽ എന്ന് വെച്ചാൽ പാട്ടുകൾക്ക് വളരെയധികം മനോഹരമായ ഗാനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ പാടി നടക്കുന്ന പാട്ടുകൾ എസ് ബാലകൃഷ്ണൻ സംഗീതത്തിൽ വന്ന ഒട്ടനവധി ചിത്രങ്ങളിൽ പാട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുക്രിയിലും വ്യത്യസ്തമല്ലാതെ പാട്ടുകൾ ഉണ്ട്, നല്ല ഗാനങ്ങളുണ്ട്. ആ ഗാനവിഭാഗത്തെക്കുറിച്ച് ഗാനം ഇതിനകത്ത് 2 പുതിയ സംഗീത സംവിധായകരാണ് ഇതിനകത്ത്. പുതിയത് ഒന്നും ഒരാളെ പുതിയതായിട്ട് പറയാൻ പറ്റില്ല, ഒരാൾ തിരിച്ച് പുതിയതാണ്. ആദ്യത്തെയാണ് ഈ സുദീപ് ഇളയിടം, ഡോക്ടർ സുദീപ് ഇളയിടം എന്ന് പറയുന്ന ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡീനാണ്. അങ്ങേരാണ് ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്, കൊഞ്ചിവ കൺമണി എന്ന് പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. ആ പാട്ടുകൾ രണ്ടും മിക്കവാറും 3 പാട്ടുകൾ എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്. പിന്നെ അടുത്ത 2 പാട്ടുകൾ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിശ്വജിത്താണ്. വിശ്വജിത്തിന് മുമ്പ് 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ വിശ്വജിത്തിൻ്റെ ഒരു പാട്ട് വളരെ നോട്ടബിളാണ്. ഇതിനകത്ത് ഒരു സൂഫി സോങ് ഉണ്ട്, അത് പാടിയിരിക്കുന്നതും വിശ്വജിത്ത് തന്നെയാണ്. തൂവി തൂവി നെഞ്ചിൽ എന്ന് പറയുന്ന ആ സോങ് അതിമനോഹരമായ പാട്ടാണ്. അത് മറ്റു പല സൂഫി സിനിമേഴ്സിനെയും വെച്ച് കൊണ്ട് പാടിച്ചിട്ട് പോലും നമുക്ക് ഈ മ്യൂസിക് ഡയറക്ടർ പാടിയ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഇയാളുടെ വോയിസ് തന്നെയാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2 മ്യൂസിക് ഡയറക്ടേഴ്സിന് പുറമെ ഇതിൻ്റെ റീറെക്കോർഡിങ് ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഗോപി സുന്ദറിൻ്റെ ഒരു പാട്ടുണ്ട്, അത് ടൈറ്റിൽ സോങ് ആണ്. അത് എഴുതിയിരിക്കുന്നത് ഹരിനാരായണനാണ്. അങ്ങനെ മനോഹരമായ 4 പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ട്. പ്രകൃതി രമണീയമായ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാനെ കുറിച്ച് വിജയ് ഉലകനാഥനാണ് ഇതിൻ്റെ DOP. എൻ്റെ ഇതിന് മുൻപത്തെ ചിത്രമായ ഭാസ്കർ ദ റാസ്കളിലെയും DOP ക്യാമറമാൻ നമ്മുടെ വിജയ് ഉലകനാഥനായിരുന്നു. വിജയ് ഉലകനാഥിൻ്റെ ഗംഭീരമായ വർക്കാണ്. ഈ സിനിമ കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് ഒരു വിഷ്വൽ ട്രീറ്റാണ് എന്നാണ്. വളരെ മനോഹരമായ ഫ്രെയിംസും പിന്നെ ഹിന്ദി സിനിമ പോലെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ആളുകൾ. അപ്പോൾ വളരെ റിച്ചാണ്, ഓരോ ഫ്രെയിംസും റിച്ചാണ്, കണ്ണിന് വളരെ ഒരു വിഷ്വൽ ട്രീറ്റാണ് സിനിമ. അതിന് വിജയ് ഉലകനാഥൻ്റെ ക്യാമറ ഒരുപാട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂമർ പ്രവീൺ വർമ്മയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമർ. എല്ലാവരും എടുത്തു ചോദിക്കുന്നത്, ഇപ്പോൾ എല്ലാ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് എടുത്തു ചോദിക്കുന്നത് ഈ കോസ്റ്റ്യൂം ഡിസൈനറിങ് ആരാണ്, എന്ത് മനോഹരമായിരിക്കുന്നു ഇതിലെ കോസ്റ്റ്യൂംസ്, വളരെ ഗംഭീരമായിരിക്കുന്നു, വളരെ റിച്ചാണ്, സ്റ്റൈൽ വളരെ സ്റ്റൈലൈസ്ഡ് കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ എല്ലാ സിനിമകളിലെയും കോസ്റ്റ്യൂം നല്ലതാണ്. ഇപ്പോൾ ഭാസ്കർ ദ റാസ്കളിലും വളരെ നല്ലതാണ്. അന്ന് നയൻതാരയുടെ സാരിയെ പറ്റിയായിരുന്നു എല്ലാ പെൺകുട്ടികൾക്കും ചോദിക്കാനുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ഇതിലെ ഈ പെൺകുട്ടികളുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും ചോദിക്കുകയാണ്, ആരാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമർ, ആരാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമർ. പ്രവീൺ വർമ്മയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂമർ. വളരെ പ്രശസ്തനായ തൃപ്പൂണിത്തുറക്കാരനായ പ്രവീൺ വർമ്മയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. മനോഹരമാണ് പ്രവീൺ വർമ്മയുടെ വർക്ക്. പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് അതിൻ്റെ ആർട്ട് ഡയറക്ടറാണ് മണി സുചിത്രയും ജോസഫ് നെല്ലിക്കനുമാണ് ഇതിൻ്റെ ഈ പറയുന്ന ആർട്ട് സെക്ഷൻ ആദ്യ പടം മുതലേ കൂടെ ഉണ്ടായിരുന്ന മണി സുചിത്രയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഭാസ്കർ മുതലും ഇങ്ങേരും കൂടിയുണ്ട്, നമ്മുടെ ജോസഫ് നെല്ലിക്കനും കൂടിയുണ്ട്. അവർ 2 പേരും കൂടിയാണ് ഇതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്, ഈ ആർട്ട് കലാ സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് എൻ്റെ തന്നെ ആദ്യ സിനിമയിലെ എഡിറ്റർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ എഡിറ്റർ ശങ്കർ. അങ്ങനെ ഒരു നല്ല ടീമാണ് എൻ്റെ ടീം. പിന്നെ ഇതിൻ്റെ നൃത്തം കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ഒന്ന് ബൃന്ദ മാസ്റ്ററും ഒന്ന് ഷോബിയാണ്. 2 പേരും 2 സോങ്ങുകൾ ചെയ്തിട്ടുണ്ട്. അത് 2ഉം മനോഹരമായ സോങ്ങാണ്. എന്തുകൊണ്ടും ആളുകൾക്ക്, കുടുംബ പ്രേക്ഷകർക്ക് ആസ്വദിച്ച് ചിരിക്കാൻ, എൻജോയ് ചെയ്യാൻ, വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയായി മാറാനുള്ള കാരണം ഇവരുടെ എല്ലാവരുടെയും കൂടിയുള്ള ഈ ഒരു ടീം വർക്കാണ്. ആ ടീം വർക്കിനും ഞാൻ ഈ അവസരത്തിൽ, ഈ ഒരു വലിയ വിജയം ഫുക്രിക്ക് കിട്ടുന്ന ഈ അവസരത്തിൽ ഞാൻ ആ ടീം വർക്കിനും കൂടി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കാം. ഈ 90കൾ ചെയ്തു തുടങ്ങിയ പടം റാംജി റാവ് ഇന്നരിയർ നഗർ, പിന്നെ ഇത് കാബൂളിവാല, വിയറ്റ്നാം കോളനി, അങ്ങനെ തുടങ്ങി ഭാസ്കർ ദ റാസ്കൽ പോലുള്ള ചിത്രങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയ ഒറ്റ സംവിധായകത്തിൽ നിന്ന് മാറി. അപ്പോഴൊരു പാറ്റേൺ പ്രേക്ഷകരെ ചിരിപ്പിക്കുക, പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. 2017 കുറേയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം ആ ആസ്വാദനത്തിലുള്ള മാറ്റമാണോ അതോ കാലഘട്ടത്തിലെ തലമുറകളിലെ മാറ്റമാണോ? ഒരു തിരക്കഥാകൃത്തുന്ന രീതിയിൽ ഏത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ചില രംഗങ്ങൾ നമ്മളെ എന്താ പറയുക, ഇപ്പോഴത്തെ ജനറേഷൻ അത് പറ്റുമോ അത് പറ്റില്ല അങ്ങനെ ഒരു വെട്ടിത്തിരുത്തേണ്ടതായല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലോക്ക് വന്ന് നിൽക്കുക ഇല്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനും നമ്മളുമൊക്കെ ജീവിക്കുന്ന ഒറ്റ അന്തരീക്ഷത്തിൽ തന്നെയാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മുടെ പഴയ കാലഘട്ടമാണ് ശരിയെന്ന് പറയുന്നിടത്താണ് നമ്മൾ കുഴപ്പമാകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ കഥയാണ്, ഈ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളാണ്, യങ്സ്റ്റേഴ്സൊക്കെ ഈ കാലഘട്ടത്തിലെയാണ്. അപ്പോൾ അവരോടൊപ്പം നിന്ന് ചിന്തിച്ചിട്ടാണ് ഈ കഥ
ഉണ്ടായി പോകുന്നത്. അപ്പോൾ ഞാൻ പഴയ കാലഘട്ടത്തിലെ ആളായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളൊക്കെ ഏലിയനാകും, യുവാക്കളായിരിക്കും, പക്ഷെ പറയുന്നതൊക്കെ പഴയ കാര്യങ്ങളാകുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് രസിക്കില്ല. അപ്പോൾ എപ്പോഴും ഇന്ന് നമ്മൾ ഇന്നിൻ്റേതായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പോകണം. കാലമനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മളിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അന്ന് കുഞ്ഞുങ്ങളായിരുന്നവരാണ് ഇന്ന് സംവിധായകരും ക്യാമറമാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് മലയാള സിനിമയിലെ ബഹുഭൂരിപക്ഷം പേരും അവരാണ്. വളരെ ന്യൂനപക്ഷമേ പഴയ തലമുറയിലുള്ളവർ ഇപ്പോൾ സിനിമ എടുത്ത് നിൽക്കുന്നുള്ളൂ, ചെറിയ ആളുകൾ. അതിലൊരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ പഴയ ആളായിട്ട് നിന്നുകൊണ്ട് പഴയ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ സിനിമ എടുത്തുകൊണ്ടിരുന്നാൽ ഇന്നത്തെ പ്രേക്ഷകൻ പുറത്തിരിഞ്ഞ് നിൽക്കും. കോസ്റ്റ്യൂം മാറി. ഇപ്പോൾ ഞാൻ അന്ന് 25 വർഷം മുമ്പ് ഇട്ടിരുന്ന അതേ സ്റ്റൈലിലുള്ള കോസ്റ്റ്യൂം അല്ലല്ലോ ഞാൻ ഇന്നിടുന്നത് അല്ലേ. അപ്പോൾ ഞാനും ഈ കാലഘട്ടത്തിലെ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾ എന്ത് ഉപയോഗിക്കുമോ അത്തരം കോസ്റ്റ്യൂമല്ല ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അന്നിട്ടിരുന്ന കോസ്റ്റ്യൂം അല്ലല്ലോ, അല്ലെങ്കിൽ അന്നത്തെ ഈ പ്രായമായ ആളുകൾ ഇട്ടിരുന്ന കോസ്റ്റ്യൂം അല്ലല്ലോ ഞാൻ ഇന്നിടുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിന് ഓരോ പ്രായക്കാർക്കുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നതിൽ കഴിഞ്ഞാൽ ചിന്തകളൊക്കെ നമ്മുടെ ഒറ്റ മാറ്റർ തന്നെയായിരിക്കും. ഈ കാലഘട്ടത്തിലെ കഥയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ, ഈ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ, അപ്പോൾ ഇത് ഒരു ഫ്രിക്ഷനോ ഒരു പൊളിച്ചെഴുത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവരുടെ കൂടെ പോയാൽ മതി. നമ്മൾ മാറി നിൽക്കുന്നിടത്താണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. നമ്മൾ പറയുന്നത് ഇവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അതൊക്കെ പഴഞ്ചനായിട്ട് തോന്നും. ഇന്നത്തെ തലമുറയുടെ കുട്ടികളോട് കൂടി അവരുടെ സിനിമയോടുകൂടി ചേർത്ത് വയ്ക്കുമ്പോഴും ഈ സിനിമയും ആ സിനിമയും തമ്മിൽ നോക്കിയിട്ട് ഇതാണ് ബെറ്റർ എന്ന് പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മളെപ്പോഴും അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇതാണ് ലൈഫ്. നമുക്ക് അവർക്കും ഇല്ലാത്തൊരു വ്യത്യാസം, നമ്മൾ ജീവിതം കണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, വായിച്ചറിഞ്ഞ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ. ആ എക്സ്പീരിയൻസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായെന്ന് വരില്ല. ആ എക്സ്പീരിയൻസിൻ്റെ പവർ നമ്മുടെ സിനിമയിൽ ഉണ്ടാകും. അവർക്ക് ചിലപ്പോൾ വിഷ്വലും മറ്റു വിരട്ടുമായിരിക്കും അവരുടെ ഒരു സ്കില്ല്. അത് വെച്ചിട്ടാണ് അവർ ഈ കുറേ സർക്കസുകളിൽ കാണിക്കുക. നമ്മളങ്ങനെയല്ല, നമ്മൾ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് എവർലാസ്റ്റിംഗ് ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് എവർലാസ്റ്റിംഗ് ആണ്. ഏത് കാലഘട്ടത്തിലും സിംപ്ലിസിറ്റി നമുക്ക് നിലനിൽക്കും. ഈ പറയുന്ന ഈ ഗിമിക്സുകളൊക്കെ കുറേ കാലം കഴിയുമ്പോൾ അരോചകമായിട്ട് തോന്നും. വൈകിയാളെന്തേ കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കുറച്ച് അതൊക്കെ ഭയങ്കര സ്റ്റൈലായിരിക്കും. എപ്പോഴും സ്റ്റൈലുകൾ കാലഹരണപ്പെടും, സിംപ്ലിസിറ്റി ഒരിക്കലും കാലഹരണപ്പെടില്ല. അത് ലാളിത്യം എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സാധാരണ മിക്ക ചിത്രങ്ങൾ താങ്കളുടെ ഹിറ്റായതിനു ശേഷം അന്യഭാഷകളിലേക്ക് പോകും. അതുപോലെ തന്നെ ഫുക്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു മാറ്റം ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം തന്നെ പലരും സംസാരിച്ച് തുടങ്ങിയിരിക്കും. സംസാരിച്ച് പക്ഷെ ഞാൻ തന്നെയാണ് ചെയ്യുള്ളൂ. പക്ഷെ അത് ഞാനിപ്പോൾ ഉടനെ ചെയ്യില്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഭാസ്കറിൻ്റെ തമിഴാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഫുക്രി. ഭാസ്കർ കഴിഞ്ഞ വർഷം ചെയ്യേണ്ടതാണ്. എനിക്കിതിപ്പോൾ ഇങ്ങനെ മാറിപ്പോയതുകൊണ്ട് അത് ഞാൻ ഇപ്പം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. തമിഴ് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ ഫുക്രി ഉണ്ടെങ്കിൽ ഫുക്രിയുടെ തമിഴോ ഹിന്ദിയോ തെലുങ്കോ ഒക്കെ ആലോചിക്കുകയുള്ളൂ. വീണ്ടും ഒരു മലയാളത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ. ഗ്യാപ്പിട്ട് ചെയ്താലും പ്രേക്ഷകർക്ക് സ്വീകാര്യമാകുന്ന സിനിമ ഉണ്ടാവണം. അതെന്നും നമ്മൾ എവിടെ നിന്ന് എത്ര നാളും ഗ്യാപ്പിട്ട് വന്നാലും നമ്മുടെ സിനിമ വരുമ്പോൾ ചെറുപ്പക്കാരും ഈ കാലഘട്ടത്തിലെ കുട്ടികളും കഴിഞ്ഞ തലമുറയിലെ ആളുകളും പ്രായമുള്ളവരും എല്ലാവരും ഒരുമിച്ച് തിയേറ്ററിലേക്ക് വരുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ സന്തോഷം. അത് അവർക്ക് നമ്മളോടുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം നമ്മൾ തകർക്കാതിരിക്കുന്നിടത്തോളം കാലം അവർ നമ്മളെ നിലനിർത്തും. അവർ നമുക്ക് സ്നേഹം തരും. അതാണ് ഈ സിനിമയിലൂടെ അവർ തിരിച്ചു തരുന്നത്. ഏതായാലും ഫുക്രി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു. വളരെ നന്ദിയുണ്ട്. ചിത്രം ഒരു ഹിറ്റായി തീരട്ടെ, പ്രേക്ഷകരിലേക്ക് എല്ലാവരും എത്തട്ടെ, എല്ലാവരും തിയേറ്ററിൽ ചെന്ന് ആസ്വദിക്കട്ടെ, ചിരി പടർത്തട്ടെ. എല്ലാവിധ ആശംസകളും സംവിധായകൻ നേടുകയാണ്. കൂടുതൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറഞ്ഞു എങ്കിൽ പോലും പ്രേക്ഷകരോട് ചിത്രത്തെക്കുറിച്ച് 2 വാക്കുകൂടെ പറഞ്ഞു. അതാണ് ഈ സിനിമ CD വരുമെന്നോ അല്ലെങ്കിൽ ഈ സിനിമ നെറ്റിൽ വരുമെന്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത്. അതുപോലെ ഈ സിനിമ നിങ്ങൾ നേരിട്ട് പോയി കാണുക. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം പോയി കാണുക. കാരണം വളരെ അപൂർവം സിനിമകളാണ് നമുക്കിങ്ങനെ ആർത്ത് കുടുംബം ഉല്ലസിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾ നമുക്കുണ്ടാകുന്നത് വല്ലപ്പോഴുമാണ്. ഇത്തരം സിനിമകൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക, കാണുക. ഈ സിനിമയ്ക്ക് എല്ലാ വിജയങ്ങളും നിങ്ങൾ നൽകുക. നന്ദി, നമസ്കാരം.